ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ യുകോ ബാങ്കിന്റെ വേക്കൻസിയെ പറ്റിയുള്ളതാണ്. അപ്പം ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കുറഞ്ഞ പോസ്റ്റുകളുടെ ഞാൻ വീഡിയോ ചെയ്യാറില്ല. പക്ഷെ യുകോ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗവൺമെന്റ് ജോബാണ്. യുകോ ബാങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, ജോലി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് യുകോ ബാങ്ക് എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോബാണ് നിങ്ങളുടെ. ഒരു കാരണം അത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു 250 വേക്കൻസി ഉണ്ട്. 250 വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ 250 വേക്കൻസി ഇതിനകത്തുണ്ട്. ഇതിൽ 15 വേക്കൻസി കേരളത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 15 കേരള മലയാളം 15 വേക്കൻസി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് 2 വേക്കൻസി SC-ക്ക് പോവും, ST-ക്ക് 1 വേക്കൻസി പോവും. ബാക്കിയുള്ള 12 വേക്കൻസി ഇത് ജനറൽ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ 15 വേക്കൻസി നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ബാങ്കുകളിൽ നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുക. അധികം സമയമില്ല. ഇനി എനിക്ക് ഈ 5-ാം തീയതി വരെയുള്ളൂ, ഫെബ്രുവരി 5-ാം തീയതി വരെയുള്ളൂ. അപ്പം നിങ്ങൾ ഇത് അപേക്ഷിക്കുക. യുകോ ബാങ്കിന്റെ വേക്കൻസിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും പോയി അപ്ലൈ ചെയ്യുന്നതിന്റെ ലിങ്കും മറ്റുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ എല്ലാ വീഡിയോകളിലും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് ശരിക്ക് പഠിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നലത്തെ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഗോർഖ റൈബൽസിന്റെ വീഡിയോ ആയിരുന്നു വേക്കൻസിയെ പറ്റിയുള്ളത്. അതിനകത്ത് ഓഫ്ലൈനാണ് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നത്. പക്ഷെ ഒരാൾ കമന്റ് ഇട്ടിരുന്നു, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് എല്ലാം ചെയ്ത് പക്ഷെ ലിങ്ക് ഓപ്പൺ ആകുന്നില്ലെന്ന്. അങ്ങനെ 100 രൂപയും പോയെന്ന് പറയും. ലിങ്കിന് ഓപ്പൺ ആയില്ലെങ്കിൽ പിന്നെ എങ്ങനെ 100 രൂപ പോകുന്നത്? അതും ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ അത് ഓഫ്ലൈനാ അതിന്റെ വേക്കൻസി അപ്ലൈ ചെയ്യുന്നത്. അപ്പം ദയവായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കമന്റ്സുകൾ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കോ എനിക്കോ പ്രയോജനമില്ല നിങ്ങൾ ഈ വാല്യൂലെസ് ആയിട്ടുള്ള കമന്റുകൾ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് 250 വേക്കൻസി ഉണ്ട്. 250-ൽ 15 വേക്കൻസി നമ്മുടെ കേരളത്തുകാർക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ ഈ യുകോ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്. അതുകൂടാതെ ഈ 15 വേക്കൻസി കേരളത്തുകാർക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്, വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. യുകോ ബാങ്കില് ഇതിന്റെ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫീസ് എല്ലാം ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പൊ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ ആദ്യം നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് 16/1/2025 തൊട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ തുടങ്ങി. ഇതിന്റെ 5 ഫെബ്രുവരി 2025 വരെയുള്ളൂ. അപ്പം സമയമുണ്ട്. ഇത് ഒരുപാട് ഷോർട്ട് ടൈം അല്ല, സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അപേക്ഷിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇവിടെ ഈ നോട്ടിഫിക്കേഷനിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും അതുകൂടാതെ നമുക്ക് ഇതിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ്, ഏത് പോസ്റ്റാണ് ഇതിന് നമ്മൾ അപേക്ഷിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ ഇതിനകത്ത് വേണം, ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ഏജ് എന്തായിരിക്കണം, ഇതിന്റെ പരീക്ഷ ഫീസ് എന്തായിരിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ നിങ്ങൾ മൊത്തം കാണുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ പിടികിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പുറത്തു വന്ന് അതായത് ഒരു വാല്യൂലെസ് ആയ കമന്റ് ഇടുകാതിരിക്കുക. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക, കാര്യങ്ങൾ ഗ്രഹിക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ്? അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ഈ ടേബിളിലൂടെ നോക്കാം. യുകോ ബാങ്ക് LBO റിക്രൂട്ട്മെന്റ്. LBO എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫീസർ, LBO എന്ന് പറഞ്ഞാൽ ലോക്കൽ ബാങ്ക് ഓഫീസറിന്റെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അതായത് യുകോ ബാങ്ക് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഹാസ് അനൗൺസ്ഡ് 250 vacancies for the post of local bank officer LBO across multiple state. നിങ്ങൾ ഏത് സ്റ്റേറ്റിലായിരിക്കട്ടെ
ഏത് ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലായിരിക്കട്ടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇതിന്റെ സ്റ്റേറ്റ് വൈസ് വേക്കൻസി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. സ്റ്റേറ്റ് വൈസ് വേക്കൻസി ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ പറയാം. ഇവിടെ എല്ലാ സ്റ്റേറ്റിലും ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആസാം, കർണാടക, ത്രിപുര, സിക്കിം, നാഗാലാൻഡ്, മേഘാലയ, കേരള, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ജമ്മു കാശ്മീർ എല്ലാം ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ, ഏത് ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ നിങ്ങൾക്ക് സുഖമായിട്ട് അപേക്ഷിക്കാൻ പറ്റും. മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. അപ്പം വീണ്ടും നമുക്ക് ഈ ചാർട്ടിലേക്ക് വരാം. ദ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഇസ് പെർഫെക്റ്റ് ഫോർ ഗ്രാജുവേറ്റ്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ 10ാം ക്ലാസ്സുകാരോ 12ാം ക്ലാസ്സുകാരോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. കാര്യം ഇത് ഗ്രാജുവേറ്റിനുള്ള വേക്കൻസിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കളയണ്ട എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് യുകോ ബാങ്കിന്റെ ഈ വേക്കൻസിയെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ഇല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ട് ഇല്ല, അതാ ഞാൻ പറയുന്നത്. ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് ആ ശമ്പളം എന്തായിരിക്കണം എന്നാണ്. എന്താണ് നമ്മൾ ഈ യുകോ ബാങ്കിൽ നമ്മൾ ജോയിൻ ചെയ്താൽ നമ്മൾക്ക് എന്ത് സാലറി കിട്ടും? സാലറി കാറ്റഗറിയിലേക്ക് നമുക്ക് വരാം. നല്ല പേയ്മെന്റ്, അതായത് യുകോ ബാങ്കിലെ പേയ്മെന്റ് സാലറി നല്ല സാലറിയാണ്. 48,480 പെർ മന്ത്, അതായത് 48,480 റുപ്പീസ് പെർ മന്ത് നിങ്ങൾക്ക് കിട്ടും. ഇത് ഇൻക്രീസ് വിത്ത് എക്സ്പീരിയൻസ് അനുസരിച്ച് ഇൻക്രീസ് ആവും. ഗ്രേറ്റ് കരിയർ ഗ്രോത്ത്, വർക്ക് ഇൻ എ റെപ്യൂട്ടഡ് ഗവൺമെന്റ് ബാങ്ക് വിത്ത് എക്സലന്റ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, നല്ല എക്സലന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മൾട്ടിപ്പിൾ വേക്കൻസി ഉണ്ട് വിത്ത് 250 പൊസിഷൻ അക്രോസ് ഇന്ത്യ. യുവർ ചാൻസ് ഓഫ് സെലക്ഷൻ ആർ ഹൈ. അതായത് ഗ്രാജുവേറ്റിന് മാത്രമായിട്ട് 250 വേക്കൻസി ആൾ ഓവർ ഇന്ത്യയിലുണ്ട്. അപ്പം ഇതിന്റെ ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടുവാനുള്ള. അതുകൂടാതെ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ഈസിയാണ്, അതും വളരെ ഈസിയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന്, ഡീറ്റെയിൽസ് ഇൻഫോർമേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് നെയിം യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് യുകോ ബാങ്ക്. പോസ്റ്റ് ലോക്കൽ ബാങ്ക് ഓഫീസർ LBO. ടോട്ടൽ വേക്കൻസി 250. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ. എലിജിബിലിറ്റി ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. ഏതെങ്കിലും നിങ്ങൾ BA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, ഏത് ആയിക്കോട്ടെ, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. 20 തൊട്ട് വയസ്സിൽ അല്പം ഒരു ടഫ് ഉണ്ട്. അതായത് 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുന്നത്. സെലക്ഷൻ പ്രോസസ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിന്റെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി സാലറി എന്ന് പറയുന്നത് 48,480 തൊട്ട് 85,920 വരെയുണ്ട്. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് 250 വേക്കൻസി ഉണ്ട്. ഇവിടെ കേരളത്തിൻ്റെതായിട്ട് ഇതിനകത്ത് 15 വേക്കൻസി കേരളത്തിന്റെ ഉണ്ട്. ഈ 15 വേക്കൻസി കേരളത്തിന്റെയാണ്, അത് ഇവിടെ കാണിക്കുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ യുകോ ബാങ്ക് LBO റിക്രൂട്ട്മെന്റ് 2025. Before applying, make sure you meet this criteria. Educational qualification must have a graduate degree in any discipline from a recognized university. ഡിഗ്രി ഉണ്ടായിരിക്കണം നിങ്ങൾ. BA BCom എന്തും ആയിക്കോട്ടെ, ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം നിങ്ങൾ. ഏജ് ലിമിറ്റ് 20 തൊട്ട് 30 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിനകത്ത് അല്പം കൺസിഡറേഷൻ ഉള്ളത് SC ST 5 years കൺസിഡറേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷത്തെ കൺസിഡറേഷൻ ഉണ്ട്. PWBD 10 വർഷത്തെ കൺസിഡറേഷൻ ഉണ്ട്. ഇനി 3 ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി. യു ഷുഡ് ബി ഏബിൾ ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് ദ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് യു ആർ അപ്ലൈയിങ് ഫോർ. അതായത് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ മലയാളത്തിലുള്ള ടെസ്റ്റ്, മലയാളം അറിയാൻ മേലാത്തവരാരാ. യു ഷുഡ് ബി ഏബിൾ ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് ദ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് യു ആർ അപ്ലൈയിങ് ഫോർ. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പ്രൊഫഷൻസി ടെസ്റ്റ് ആ ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഹൗ ടു അപ്ലൈ യുകോ ബാങ്ക് റിക്രൂട്ട്മെന്റ്. അപ്ലൈങ് ഈസ് സൂപ്പർ സിമ്പിൾ. ജസ്റ്റ് ഫോളോ ദിസ് സ്റ്റെപ്പ്. വിസിറ്റ് ദ വെബ്സൈറ്റ്, ഗോ ടു
www.ucobank.com. Find the notification, click on the careers on recruitment section. നിങ്ങൾ www.ucobank.com പോയിട്ട് റിക്രൂട്ട്മെന്റ് സെക്ഷനിൽ പോകണം. പക്ഷെ നിങ്ങൾ അതിന് വേണ്ട, ഞാൻ ഈ വീഡിയോയുടെ നിങ്ങൾ ആ ഒരു ലിങ്കിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് നല്ല കണക്ക് പഠിക്കുക. അത് കണക്ക് തന്നെ അപ്ലൈയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് യുകോ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോകും. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണും. അതിൽ നിങ്ങൾ ഓപ്ഷനിൽ ഇത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. കംപ്ലീറ്റ് ദ ആപ്ലിക്കേഷൻ, എൻ്റെ പേഴ്സണൽ എഡ്യൂക്കേഷൻ ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽ, അപ്ലോഡ് ഡോക്യുമെന്റ്, സ്കാൻ ആൻഡ് അപ്ലോഡ് ദ റിക്വയർഡ് ഡോക്യുമെന്റ് ലൈക്ക് യുവർ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, പേ ദ ഫീ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം. ഇനി പേയ്മെന്റ് കൂടുതലാണ് ഉള്ള കാര്യം നിങ്ങൾക്ക് പറയാമല്ലോ. നിങ്ങൾ നല്ല കണക്ക് ആലോചിച്ച് ഇതിന് അപ്ലൈ ചെയ്യാവുള്ളൂ. SC/ST PWBD 175 രൂപയാണുള്ള ആപ്ലിക്കേഷൻ ഫീസ്. അത് കണക്ക് തന്നെ അല്ലാതുള്ള എല്ലാവർക്കും 850 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. സെലക്ഷൻ പ്രോസസ് ഫോർ യുകോ ബാങ്ക് LBO റിക്രൂട്ട്മെന്റ് 2025. The recruitment process has 3 stages. ഓൺലൈൻ എക്സാം, ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. അതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്ന റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ആൻഡ് ഡേറ്റ ഇന്റർപ്രേഷൻ. ടോട്ടൽ ക്വസ്റ്റ്യൻ 155 ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് 200 മാർക്കുണ്ട്. ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് ഇതിനകത്ത് നിങ്ങൾ തെറ്റായിട്ട് എഴുതിയാൽ 0.25 ഫോർ ഈച്ച് റോങ് ആൻസർ. അതായത് മാർക്ക് നിങ്ങളുടെ ഓരോ റോങ് ആൻസറിന് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പം ഇതിന്റെ എക്സാം എന്ന് പറയുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ 45, മാർക്ക് 60 മിനിറ്റ് നിങ്ങൾക്ക് 1 മണിക്കൂർ കിട്ടും. ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരുമാതിരി അറിഞ്ഞിരിക്കണം. 35 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 മാർക്കുണ്ട്, 40 മിനിറ്റ് ഉണ്ട്. ഡേറ്റ അനലൈസിസ് 35 ക്വസ്റ്റ്യൻ ഉണ്ട്, 60 മാർക്കുണ്ട്, 45 മിനിറ്റ് നിങ്ങൾക്ക് ഇതിന്റെ സമയമുണ്ട്. ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് LPT, ലെറ്റ് യുവർ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽ ഇൻ ദ ലോക്കൽ ലാംഗ്വേജ്. ഇപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനി ഇന്റർവ്യൂവിൽ ഏതെല്ലാം കാര്യങ്ങളാണ്? ഓൺലൈൻ ടെസ്റ്റ് 80% പ്ലസ് ഇന്റർവ്യൂ 20%, മിനിമം ക്വാളിഫൈങ് മാർക്ക്, ജനറൽ 40%, SC/ST OBC PWBDക്ക് 35. ഇത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്പം ഫീസ് ഇത്തിരി കൂടുതലാണ്, ഞാനുള്ള കാര്യം നിങ്ങളോട് പറയാം. പക്ഷേ കേരളത്തിൽ 15 പോസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റിലും കൂടിയ യോഗ്യതയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് അപേക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം 15 കേരളത്തിലെ വേക്കൻസി ഉണ്ട്. കേരള ഗവൺമെന്റ് ജോബാണ്. അതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ താഴെ ഇത് തന്നിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് യുകോ ബാങ്കിന്റെ ഇത് കണക്കുള്ള വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഈ പേജിലേക്കാണ് വരുന്നത്. ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇത് നിങ്ങളെ കാണിക്കാൻ പോയ ഒരുപാടുണ്ട്. സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വേണ്ടുന്ന ഇത് ഡീറ്റെയിൽ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ആവും. പിന്നെ നിങ്ങൾ അവിടുന്ന് തൊട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് ഫീസ് അടച്ച് നിങ്ങൾ ഇത് ചെയ്യുക. അപ്ലൈ ചെയ്ത് ഫീസ് അടച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇവിടെ കമൻസെന്റ് ഓഫ് ദ ലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ ബാക്കി ഡീറ്റെയിൽ നിങ്ങൾ നോക്കണം. നോട്ടിഫിക്കേഷനിൽ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. അപ്പം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.